അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഫൈനലി ഇന്നാണ് ആ ഡേ. നമ്മളെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് എന്തായാലും അറിയാം, കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റൽ വ്ളോഗും വളകാപ്പ് വ്ളോഗും എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ കണ്ടാൽ മനസ്സിലാവും എന്താ സംഭവം എന്ന്. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, ബാബി പ്രഗ്നൻ്റ് ആണ്. ബാബി പറയുമ്പം കാക്കൻ്റെ വൈഫ്. ആക്ച്വലി അവൾക്ക് 2 ഡേറ്റിനും പറഞ്ഞത് എപ്പം വേണം പ്രതീക്ഷിക്കാമെന്നായിരുന്നു. അപ്പം ഫസ്റ്റ് ഡേറ്റിന് പോയാലും അഡ്മിറ്റ് ആക്കാൻ തന്നെ പറഞ്ഞു. ഇത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ ഹോസ്റ്റലിലോട്ട് തന്നെ പോയതിനു. അപ്പോഴാണ് ഓൾ അഡ്മിറ്റാന്ന് കേട്ടത്. അങ്ങനെ കോളേജും കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് തന്നെ വന്ന് ജൂൺ 9-നാണ് ഓൾ അഡ്മിറ്റ് ആയത്. ജൂൺ 10-ന് തന്നെ ഓളെ ഡെലിവറി കഴിയുകയും ചെയ്ത്. പിന്നെ വീഡിയോ ഇടാൻ കുറച്ചൊന്ന് ലേറ്റായി, ഹോസ്പിറ്റൽ തിരക്കൊക്കെ ആയതുകൊണ്ട്. ഈ വീഡിയോ കുറച്ചൊരു ലോങ് ആണ് നമ്മൾ ആദ്യത്തെ വീഡിയോസൊക്കെ വെച്ച് നോക്കുമ്പോൾ. കാരണം നമ്മൾ 3 ദിവസത്തെ വീഡിയോ ഒറ്റ വ്ളോഗാക്കിയിട്ടാണ് ഇടുന്നത്. രാവിലെ നമ്മൾ ചായയൊക്കെ കുടിച്ച് ഓളെ ലേബർ റൂമിലോട്ട് കൊണ്ടുപോയിട്ടേനു. അപ്പോൾ നമ്മൾ ബേബിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യലേനു. ഒരു 1:30 ഒക്കെ ആയാലും മാഷാഅല്ലാഹ് നമ്മളെ ബേബി വന്നിട്ടുണ്ടേനു. ബേബി ഗേളേനു. നമ്മളെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഒരു ഗേളായിട്ട്. എനിക്ക് 3 ബ്രദേഴ്സാണുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് ബ്രദറെ മോളാണ്. ഇക്കാക്ക നാട്ടിലില്ലേനും. അപ്പോൾ ബേബിനെ വാങ്ങിയത് എൻ്റെ അമ്മേനും. അപ്പോൾ ബാങ്കൊക്കെ ഓളെ മാമൻ തന്നെ കൊടുത്ത്. കാക്ക വരാൻ ലേറ്റ് ആവുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഹൈലൈറ്റ് പോയിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങി. ബേബിക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടേനും. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച് വേഗം പോയി ഫുഡ് കഴിക്കാമെന്ന്, എന്നിട്ട് പോയി വാങ്ങാമെന്ന് വിചാരിച്ച്. ബേബിക്ക് അത്യാവശ്യം വേണ്ടി കുറച്ച് സാധനങ്ങൾ നമ്മൾ ഹോസ്പിറ്റലിലുള്ള ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങി. ഇതിൻ്റെ ബാബിൻ്റെ കസിൻ്റെ ചെറുതാണ്. ഇവനാണെങ്കിലോ എല്ലാ സാധനവും വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ബാക്കിൽ നടക്കുന്നുണ്ട്. ഈ സ്വാഡിൽ തന്നെ നമ്മൾ വാങ്ങിയത്. പക്ഷേ ഇതൊരു സുഖമില്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് റിട്ടേൺ തന്നെ ചെയ്ത്. അവിടെ നമ്മൾ 3-4 പ്രാവശ്യം ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ട് നിന്നിട്ടാണ് ലാസ്റ്റ് നമ്മളൊരു സാധനം ഫൈനൽ ചെയ്തത്. 3-ാമത്തെ പ്രാവശ്യം പോയവരും ഒരു പറഞ്ഞ് ഇനി എക്സ്ചേഞ്ച് ചെയ്യൽ പോസിബിൾ അല്ല എന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റ് ഒരു പാമ്പർ ബാഗും എടുത്തിട്ടാണ് വന്നത്. ഹോസ്പിറ്റലിന് താഴെ ഒരു കഫേ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടൊരു ചോക്കോപ്പായൊക്കെ വാങ്ങി കഴിച്ച്. പിറ്റേന്നേനു ഉക്കാക്ക വന്നത്. ഓൻ്റെ എക്സ്പ്രഷൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഓൻ എത്തിയാൽ നമ്മൾ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടേനു. എല്ലാവരും കട്ട വെയിറ്റിങ്ങിൽ ഓനെയും കാത്ത് ഇങ്ങനെ പുറത്ത് നിൽക്കലേനു. ഓൻ കാണാൻ വരുമ്പോൾ ഒരു വലിയ ഹാമ്പറൊക്കെ ആയിട്ടേനു വന്നത്. ഓൻ വന്ന് കുറച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ വാവക്കുള്ള ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി പോയി. ഫസ്റ്റ് തന്നെ നമ്മൾ ബേബി കെയറിലോട്ട് പോയി. അവിടെ ഒരു കളക്ഷനും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മദർ കെയറിലോട്ട് പോയി. ബേബിക്കുള്ള ഡ്രസ്സൊക്കെ ഓൻ തന്നെയായിരുന്നു എടുത്തത്. നല്ല രസമുണ്ടായിരുന്നു ആ മൊമെൻറ്റ് കാണാൻ. അതിൻ്റെ ഇടയിൽ കൂടെ ഓനൊരു ഡ്രസ്സും എടുത്ത്. എന്താ അറിയില്ല, ബേബി വന്നപ്പോൾ ഓൻ്റെ കിളി പോയ അവസ്ഥയാണ്. പിന്നെ നമ്മൾ പോയി ഫുഡ് കഴിക്കാൻ. ഞാൻ സൈൻ ലബാൻ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലും ഓൻ സൈൻ ലബാനും വാങ്ങി തന്ന്. നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോയി നോക്കിയപ്പോൾ നമ്മളെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ബേബിനെ. ഇതിൻ്റെ കസിൻ്റെ ചെറുതാണ്. മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി ഉണ്ടാവും. അപ്പോൾ ഓൻ കച്ചറ ഉണ്ടാക്കിയാലും നമ്മൾ പ്ലേ ഏരിയയിലോട്ട് പോയി. പിന്നെ ബേബിക്ക് ഒരു ഇഞ്ചക്ഷൻ വെക്കാണ്ടിരുന്നു. അപ്പോൾ ബേബിനെയും കൊണ്ട് ഡോക്ടറെ അടുത്തോട്ട് പോയി. പിന്നെ ബേബി ഓക്കെ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സൊക്കെ വന്ന് ചെക്കപ്പ് ചെയ്ത് പോയി. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോകുമ്പോൾ ബാബിക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു ഡ്രസ്സ് നോക്കാൻ വേണ്ടി നമ്മൾ പോയി. ലാസ്റ്റ് ഡ്രസ്സൊന്നും കിട്ടിയില്ലേനു.
ഒന്നും കിട്ടാത്തതുകൊണ്ട് ലാസ്റ്റ് നമ്മൾ ജ്യൂസ് കുടിക്കാൻ കയറി. പിന്നെ നമ്മളോട് വേഗം തന്നെ പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ഹോസ്പിറ്റലിൻ്റെ വക ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ഓല വക ഒരു കേക്ക് കട്ടിങ്ങും ഒക്കെ ആയിട്ട് ഒരു ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. നമ്മളവിടെ നിന്ന് ബില്ലടിക്കുന്ന ടൈം കൊണ്ട് നമ്മൾ കഫേ പോയിട്ട് ഒരു ലോഡഡ് ഫ്രൈസൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ കാറിനൊരു ബേബി ഓൺ ബോർഡ് എന്നുള്ള സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് ബാബിനെ വീട്ടിലാക്കാൻ പോയി. ബാബിൻ്റെ വീട് നല്ല ലോങ് ആയതുകൊണ്ട് കുറ്റ്യാടിയായിരുന്നു വീട്, അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോവാൻ വിചാരിച്ച്. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടുന്ന് ഡിസ്ചാർജ് ആയി ഇറങ്ങുമ്പം തന്നെ. അപ്പോൾ നമ്മൾ ഈ വ്ലോഗ് ഇത്രേ ഉള്ളൂ. എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദിസ് ഈസ് ലൈഫ് ഓഫ് ഗേൾസ് സൈനിങ് ഓഫ്. ബൈ.